ഹംപിയിലെ വിരൂപാക്ഷ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുരമായ കിഴക്കേ ഗോപുരത്തിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് വിശാലമായ പുറത്തെ തിരുമുറ്റത്തേക്കാണ്. ഈ തിരുമുറ്റത്തിൻ്റെ തെക്ക് പടിഞ്ഞാറേ കോണിലായി നിരവധി തൂണുകളുള്ള തുറന്ന കൽമണ്ഡപവും ഈ മുറ്റത്തിൻ്റെ പടിഞ്ഞാറേ അറ്റം മധ്യത്തിലായി ചെറിയ ഗോപുരവും ഈ ഗോപുരത്തോട് ചേർന്ന് ഇടതുവശത്തായി അഥവാ വടക്കു വശത്തായി ഒരു കൽമണ്ഡപവും ഉണ്ട്. ഇതാ തെക്ക് പടിഞ്ഞാറേ ഭാഗത്തുള്ള വലിയ കൽമണ്ഡപമാണ്. ഇതും ആ ഗോപുരത്തിനോട് ചേർന്ന് വടക്കു വശത്തുള്ള ചെറിയ മണ്ഡപവും. നമ്മൾ ഈ ചെറിയ ഗോപുരത്തിലൂടെ അകത്തേക്ക് പ്രവേശിച്ചാൽ അകത്തെ തിരുമുറ്റത്ത് എത്തിച്ചേരും. അപ്പോൾ അകത്തെ തിരുമുറ്റത്തിൻ്റെ തെക്ക് വശത്തായി നെടുനീളത്തിലൊരു കൽമണ്ഡപമുണ്ട്. ആ മണ്ഡപത്തിലൂടെയാണ് നമ്മളിപ്പോൾ ദർശനത്തിന് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ മണ്ഡപത്തിൽ നിന്ന് തെക്ക് വശത്തേക്ക് നോക്കിയാൽ ക്ഷേത്രത്തിൻ്റെ ആനയെ കാണാം. എന്നിട്ട് ഈ മണ്ഡപത്തിലേക്ക് മുമ്പോട്ട് നടക്കുമ്പോൾ ആ തൂണുകളിലെ ശില്പങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ആ മണ്ഡപത്തിൻ്റെ ഒരു വശത്ത് ഒരു കൽത്തൊട്ടി, അതിമനോഹരമായ രീതിയിൽ നിർമ്മിച്ചിട്ടുള്ളൊരു കൽത്തൊട്ടി നമുക്ക് കാണാൻ കഴിയും. ഈ ഓരോ തൂണുകളിലെയും ശില്പങ്ങൾ അതിമനോഹരമാണ്. എല്ലാം ചിത്രീകരിച്ചിട്ടില്ലെങ്കിലും കുറേയൊക്കെ നമുക്ക് കാണാം. ഇതാണ് കൽത്തൊട്ടി. നമ്മൾ വീണ്ടും മുമ്പോട്ട് പോകുമ്പം ഒരു വശത്തെ തൂണിലെ മാത്രമേ ഞാൻ ഇതിൽ കാണുന്നുള്ളൂ. എല്ലാ തൂണുകളിലും അതിമനോഹരങ്ങളായ ശില്പങ്ങളുണ്ട്. ആ തൂണുകളുടെ സപ്പോർട്ടിംഗ് തൂണുകളെയും കാണുക. ഒറ്റ കല്ലിൽ നിർമ്മിച്ചതാണ് ഈ സപ്പോർട്ടിംഗ് തൂൺ ഉൾപ്പെടെയുള്ള ഇത്. എന്നിട്ട് നമ്മൾ ഗർഭഗൃഹത്തിൻ്റെ തെക്കേ മുറ്റത്ത് ഇറങ്ങിയിട്ട് ആ ഗർഭഗൃഹത്തിൻ്റെ തെക്കുവശത്തെ വാതിലിൽ കൂടി നമുക്ക് ദർശനത്തിന് അകത്തേക്ക് പ്രവേശിക്കാം. എന്നിട്ട് വടക്കു വശത്തെ ആ ഗർഭഗൃഹത്തിൻ്റെ വടക്കു വശത്തെ വാതിലിലൂടെ വടക്കു വശത്തേക്ക് ഇറങ്ങിയിട്ട് നോക്കുമ്പോൾ ഇതുപോലെ ഈ വടക്കു വശത്തെ മണ്ഡപങ്ങളും ഒക്കെയാണ് കാണുന്നത്. തെക്കു വശത്തുള്ളതുപോലെ തന്നെ നെടുനീളൻ ഒരു കൽമണ്ഡപമാണ് ഈ വടക്കു വശത്തും ഉള്ളത്. അത് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിയും. ആ തൂണുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സപ്പോർട്ടിംഗ് തൂണുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിലെ സഭാമണ്ഡപത്തിലാണെങ്കിൽ വ്യാളി ഉൾപ്പെടെയുള്ള ശില്പങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ കൽത്തൂണുകളാണ്. ഒറ്റക്കല്ലിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുന്ന് നമ്മൾ വടക്കേ ഗോപുരത്തിലൂടെ പുറത്തേക്ക് ഇറങ്ങിയാൽ നേരെ വടക്കോട്ട് പോയാൽ തുംഗഭദ്രാ നദിയിലെത്തും. ഈ തൊട്ട് വടക്ക് വശത്ത് തന്നെ വലത്തേ വശത്തോട്ട് മാറിയാണ് ഈ മന്മഥ ഹോണ്ട എന്ന ക്ഷേത്രക്കുളം.